മറ്റുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടെന്നും മികച്ച കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും നമ്മൾ മാത്രം എവിടെയോ തളച്ചിടപ്പെട്ടിരിക്കുകയാണെന്നും എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? ഈ അവസ്ഥയാണ് ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ ലോകത്ത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒന്നാണ്. ഫോമോ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാണ് സോഷ്യൽ മീഡിയ. മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ, യാത്രകൾ, ഭക്ഷണം, നേട്ടങ്ങൾ ഇവയൊക്കെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതം വിരസമാണെന്ന തോന്നലുണ്ടാകുന്നു. ഇനി രണ്ടാമത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് താരതമ്യം ചെയ്യുക. സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുമായി താരതമ്യം ചെയ്യുന്നത് വലിയൊരു കാരണമാണ്. മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം. കൂട്ടുകാർ ഒത്തുചേരുമ്പോഴോ പുതിയ ട്രെൻഡുകൾ വരുമ്പോഴോ അതിൽ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടുമോ എന്ന ഉത്കണ്ഠ. ഇനി നമുക്ക് ഫോമോയുടെ പ്രത്യാഘാതങ്ങൾ ഒന്ന് നോക്കാം. അതിലൊന്നാണ് അമിതമായ ഫോൺ ഉപയോഗം. നോട്ടിഫിക്കേഷനുകൾ ഓരോ നിമിഷവും പരിശോധിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതായി മാനസിക സമ്മർദ്ദം. എപ്പോഴും എന്തിനോടൊക്കെയോ മത്സരിക്കുന്ന അവസ്ഥയും മനസ്സമാധാനം നഷ്ടപ്പെടുന്നതും. മൂന്നാമതായി സാമ്പത്തിക നഷ്ടം. ട്രെൻഡിനൊപ്പം എത്താൻ വേണ്ടി അനാവശ്യമായി പണം ചിലവാക്കി യാത്രകൾ പോകുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും സാമ്പത്തിക നഷ്ടത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഏകാഗ്രത കുറയുക. നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു. ഇനി നമുക്കിതിനെ എങ്ങനെ മറികടക്കാം? ഫോമോയെ പ്രതിരോധിക്കാൻ ഇന്ന് മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന വഴിയാണ് ജോമോ, അതായത് ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ജോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കായി ഇരിക്കുന്നതിലെ സന്തോഷം. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ താനും ചെയ്യണമെന്ന നിർബന്ധം ഒഴിവാക്കി ആ നിമിഷം താൻ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുക. പിന്നൊന്നാണ് ഡിജിറ്റൽ ഡീറ്റോക്സ്. കുറച്ചു സമയത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ നന്ദിയുള്ളവരായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്. മറ്റുള്ളവർക്കുള്ളതിനെ നോക്കാതെ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ മിന്നുന്ന നിമിഷങ്ങൾ കണ്ട് സ്വന്തം ജീവിതത്തിലെ വെളിച്ചം കെടുത്താതിരിക്കുക എന്നതാണ് ഫോമോയെ തോൽപ്പിക്കാനുള്ള ഏക വഴി.